Hi dear students, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉരുക്കിയ NaCl അല്ലെങ്കിൽ ഉരുകിയ NaClന്റെ വൈദ്യുത വിശ്ലേഷണം കണ്ടു. Na+ഉം Cl-ഉം ആനോഡ്, കാഥോഡ്, ആനോഡിൽ എന്ത് രൂപപ്പെടുന്നു, കാഥോഡിൽ എന്താണ് അവശേഷിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ് നോക്കാൻ പോകുന്നത്. NaCl സൊല്യൂഷൻ എന്ന് പറയും. NaCl ലായനി. ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം കൂടി ചേർത്തിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അതായത് NaCl, ഉരുകിയ NaCl എന്ന് പറഞ്ഞാൽ NaCl മാത്രം. അതിൽ ലായനി കൂടി കൂട്ടി പറയുകയാണെങ്കിൽ അതിൽ H2O കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു ബീക്കറിൽ നമുക്കറിയാലോ അല്ലേ, വൈദ്യുത വിശ്ലേഷണത്തിന് ഒരു ബീക്കറും ഗാൽവനിക് സെല്ലിൽ 2 ബീക്കറുമാണ് എടുക്കേണ്ടത്. ഗാൽവനിക് സെല്ലിൽ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ഇലക്ട്രോഡുകൾ എടുത്തു. 2 ഇലക്ട്രോഡും ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ ദണ്ടുകളാണ്. ഒന്നിന് പോസിറ്റീവ് ചാർജ്, ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജും ഒരു ഇലക്ട്രോഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജും കൊടുത്തു. പോസിറ്റീവ് ചാർജ് കൊടുത്ത ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് വിളിക്കും, ആനോഡ് എന്നാണ് വിളിക്കുക അല്ലേ. പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ആനോഡ്. നെഗറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കാഥോഡ് എന്നും വിളിക്കുന്നു. ഇനി ഇതിലേക്ക് NaCl ലായനി ഒഴിക്കുന്നു. അതായത് NaClഉം അതിൻ്റെ കൂടെ വെള്ളവും കൂടി ചേർക്കുന്നു. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്താണ് ഈ 2 ഇലക്ട്രോഡുകൾ ഒന്ന് പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ടും ഒന്ന് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ടും പ്രവർത്തിക്കുന്നത് അല്ലേ. ആ സമയത്ത് NaClഉം H2Oയും എന്തായി മാറും, ഇതുപോലെ സംയുക്തങ്ങളാണ്. അത് അയോണുകളായി മുറിയാൻ തുടങ്ങും. ചാർജ് എത്തുമ്പോൾ അയോണുകളായി മുറിയാൻ തുടങ്ങും. നമ്മുടെ NaCl എന്ന് പറയുന്നത് എങ്ങനെ മുറിയും, Na+ഉം Cl- അയോണായി മുറിയും. H2O എങ്ങനെയൊക്കെ മുറിയും, നമ്മൾ കേട്ടിട്ടുള്ള എന്തൊക്കെ, H+ഉം OH- ആയിട്ടാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത്, മുറിയുന്നത്, വെള്ളം വിഭജിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് ഇതെല്ലാം. ഈ H+ അയോൺ കണ്ടല്ലോ, ആ H+ അയോൺ എന്താ ചെയ്യുക, H+ അയോണുകൾ വീണ്ടും H2Oയുമായി കൂടിച്ചേർന്ന് വെള്ളവുമായി കൂടിച്ചേർന്ന് H3O+ അയോണുകൾ രൂപപ്പെടുന്നു. H3O+, ഹൈഡ്രോണിയം അയോൺ, ഹൈഡ്രോണിയം അയോൺ ഓർത്തു വയ്ക്കാം. അപ്പം നമ്മുടെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലായനിയിൽ, ഇലക്ട്രോലൈറ്റിൽ എന്തെല്ലാം അയോണുകൾ രൂപപ്പെടും പഠിച്ചു വയ്ക്കണം. Na+, Cl-, H+, OH-, H3O+, അതുപോലെ H2O. ചില വെള്ളത്തിന് മുറിക്കൽ സംഭവിക്കില്ല, H2O ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അല്ലെങ്കിൽ അയോണുകളാണ് എവിടെ അവശേഷിക്കുന്നത്, ഇലക്ട്രോലൈറ്റിൽ കറണ്ട് കൊടുക്കുമ്പോൾ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതിൽ പോസിറ്റീവ് ചാർജുള്ള അയോണുകളുണ്ട്, നെഗറ്റീവ് ചാർജുള്ള അയോണുകളുണ്ട്. അത് ഒക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റിൽ എന്തൊക്കെ കാണാൻ കഴിഞ്ഞ്, Na+ അയോണുകൾ, Cl- അയോണുകൾ, OH-, അതുപോലെ H+, H3O+ അയോണുകൾ, H2O, ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. ആനോഡിന് പോസിറ്റീവ് ചാർജാണ്, അതുകൊണ്ട് നെഗറ്റീവ് അയോണുകളെല്ലാം ആനോഡിലേക്ക് ആകർഷിക്കും. ഏതൊക്കെ, Cl- OH- അയോണുകൾ. Cl- OH- അയോണുകൾ എവിടേക്ക് ആകർഷിക്കും, ആനോഡിലേക്ക് ആകർഷിക്കുമ്പോൾ കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായ Na+, അതുപോലെ H+, അതുപോലെ H3O+, അതുപോലെ H2Oയും. H2O പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. H2Oയും എന്ത് ചെയ്യുന്നു, കാഥോഡിലേക്ക് നീങ്ങുന്നു. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്കറിയാം ആനോഡിൽ സംഭവിക്കേണ്ടത് ഓക്സീകരണമാണ്. ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണമാണ്. ഇവിടെ Cl- OH- അയോണുകളൊക്കെ ഉണ്ട്. ഇതിൽ ഓക്സീകരണ പ്രവണത കൂടുതൽ Cl- അയോണിനാണ്. OH- അയോണിനേക്കാളും Cl- അയോണിനാണ് ഓക്സീകരണ പ്രവണത കൂടുതൽ. അതുകൊണ്ട് ആനോഡിൽ ആർക്കാണ് ഓക്സീകരണം സംഭവിക്കുന്നത്,
Cl- അയോണുകൾക്ക്. ഒരു ക്ലോറിൻ ഒരു ഇലക്ട്രോൺ അധികമുണ്ട്. അപ്പം 2 ക്ലോറിന് 2 ഇലക്ട്രോൺ അധികം ഉണ്ടായിരിക്കും. ആ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി ക്ലോറിൻ തന്മാത്രയായി മാറും. ഒരു ക്ലോറിൻ ആറ്റത്തിന് Cl- ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. ആ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു ക്ലോറിൻ ആറ്റം കിട്ടും നമുക്ക്. വീണ്ടും ഒരു ക്ലോറിൻ അയോൺ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ വീണ്ടും ഒരു ക്ലോറിൻ ആറ്റം കിട്ടും. ഈ 2 ക്ലോറിൻ ആറ്റവും ക്ലോറിൻ തന്മാത്രയായി മാറും. അങ്ങനെ ആനോഡിൽ രൂപപ്പെടുന്നത് ക്ലോറിൻ വാതകം. ഇനി കാഥോഡിലേക്ക് പോയി നോക്കാം. Na+ അയോൺ, H+ അയോൺ, H3O+ അയോൺ, H2O ഇതെല്ലാം കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. കാഥോഡിൽ നിരോക്സീകരണമാണ് നടക്കുന്നത്. നിരോക്സീകരണ പ്രവണത Na+നേക്കാളും H+നേക്കാളും H3O+നേക്കാളും കൂടുതൽ H2Oക്കാണ്. ഇവിടെ ആനോഡിൽ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയെങ്കിൽ കാഥോഡിൽ 2 ഇലക്ട്രോണെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജലതന്മാത്രയല്ല, 2 ജലതന്മാത്ര 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ വാതകവും 2 OH- അയോണുകളും രൂപപ്പെടും. H2 വാതകമാണ് കാഥോഡിൽ രൂപപ്പെടുന്നത്. കാഥോഡിൽ രൂപപ്പെടുന്നത് എന്താണ്? H2 വാതകം. ആനോഡിൽ Cl2 വാതകം. ഈ ലായനിയിൽ NaOH, അത് നമുക്ക് ചോദിക്കുന്ന കാര്യമല്ല. ഈ OH- അയോണും ഈ Na+ അയോണും കൂടി ചേർന്ന് NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. വളരെ സിമ്പിളാണ്. NaCl നമുക്ക് ഉരുകിയ NaCl-ഉം NaCl ലായനിയും മാത്രമേ ഉള്ളൂ വൈദ്യുത വിശ്ലേഷണമായി പഠിക്കാൻ. നല്ല രീതിയിൽ എഴുതി പഠിക്കണം. കാരണം എക്സാമിന് ഷുവറായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് മറക്കാതെ എഴുതി പഠിക്കാം. വൈദ്യുത വിശ്ലേഷണത്തിന് നമുക്ക് അവസാനം പറയാനുള്ളത് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ വൈദ്യുത വിശ്ലേഷണം കൊണ്ട് എന്തെല്ലാമാണ് ഉപയോഗങ്ങൾ? 1. ലോഹ നിർമ്മാണം. ചില ലോഹങ്ങൾ നിർമ്മിക്കാൻ വൈദ്യുത വിശ്ലേഷണമാണ് ഉപയോഗപ്പെടുത്തുന്നത്. എക്സാമ്പിൾ, സോഡിയം പൊട്ടാസ്യം പോലുള്ള ലോഹങ്ങൾ, സോഡിയം പൊട്ടാസ്യം കാൽസ്യം അലൂമിനിയം പോലുള്ള ലോഹങ്ങളുടെ നിർമ്മാണത്തിന് വൈദ്യുത വിശ്ലേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. രണ്ടാമത്തെ, ചില അലോഹങ്ങളുടെ നിർമ്മാണം. അലോഹങ്ങളായ ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ ഇവയെല്ലാം വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ കണ്ടു നേരത്തെ സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനി അല്ലെങ്കിൽ ലായനിയിൽ Cl2ഉം H2Oയും രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. അടുത്തത്, മൂന്നാമത്തെ, ചില സംയുക്തങ്ങളുടെ നിർമ്മാണം. സംയുക്തങ്ങൾ നിർമ്മിക്കാൻ വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്തുന്നു. എക്സാമ്പിൾ, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH എന്നിവ നമുക്ക് സംയുക്തങ്ങൾ നിർമ്മിക്കാൻ വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്താം. അടുത്തത് നമുക്ക് പറയാനുള്ളത് ലോഹങ്ങളുടെ ശുദ്ധീകരണം. കുലീന ലോഹങ്ങളായ സ്വർണം, വെള്ളി ഒക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ വെള്ളി, കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡ്, ഇതെല്ലാം നമുക്ക് കോപ്പറും ഗോൾഡും ചെമ്പും സ്വർണ്ണമൊക്കെ നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി വൈദ്യുത വിശ്ലേഷണം ഉപയോഗപ്പെടുത്താം. അപ്പോൾ വൈദ്യുത വിശ്ലേഷണം എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇത്രയും സമയം പഠിച്ചത്. അടുത്ത ദിവസം നമുക്ക് വൈദ്യുത ലേപനം, അതോടുകൂടി ആ ചാപ്റ്റർ കഴിയും. വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ്. നല്ല രസത്തോടു കൂടി തന്നെ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വൈദ്യുത ലേപനവുമായി കാണാം. താങ്ക് യു.